നമസ്കാരം, പ്ലാൻ സെല്ലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ കണ്ടതുപോലെ മരുതം ഗ്രൂപ്പ്സിന്റെ ഒരു പ്രോജക്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതും നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് ചാക്ക ബൈപ്പാസ് ഫ്രണ്ടേജിലാണ് ഈ മനോഹരമായിട്ടുള്ള പ്രോജക്റ്റ് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത്. 30 സെന്റിൽ 13 ഫ്ലോറുകളിലായി 30 യൂണിറ്റുകളുള്ള ഈ പ്രോജക്റ്റിൽ ഇനി വെറും 7 യൂണിറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കാണുന്ന ചാക്ക ബൈപ്പാസ് റോഡ് ഫ്രണ്ടേജിലായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നിലകൊള്ളുന്നത്. ഈ റോഡിന്റെ സവിശേഷത എന്ന് പറയുന്നത് ലുലുവിനെയും എയർപോർട്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയാണ്. നമുക്ക് ടെക്നോ പാർക്കിലേക്കും ഈസി ആയിട്ട് ട്രിവാൻഡ്രം സിറ്റിയിലേക്കും അതുപോലെ തന്നെ പുതിയതായി വരുന്ന ട്രിവാൻഡ്രം സീ പോർട്ടിലേക്കും പോകുന്ന ഒരു റോഡ് കൂടിയാണ് ഈ കാണുന്നത്. ഇത്രയും വിശാലമായിട്ടുള്ള, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു പ്രൈം പ്ലോട്ടിലാണ് ഈ ഒരു പ്രോജക്റ്റ് നിലകൊള്ളുന്നത്. ഏകദേശം 25ഓളം അമ്യൂണിറ്റീസ് ഈ ഒരു പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കോമൺ പൂളും അതുപോലെ തന്നെ ഒരു ചിൽഡ്രൻ പൂളും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലാറ്റിന്റെ ഒരു മോക്ക് ഫ്ലാറ്റ് ഇവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ മോക്ക് ഫ്ലാറ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. സോ ഗൈസ്, ഇതാണ് ഞാൻ ആ പറഞ്ഞ മോക്ക് ഫ്ലാറ്റ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ചാക്ക റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു ഫ്ലാറ്റ് വരുന്നത്. ഭയങ്കര കാറ്റാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ കടലൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. നല്ല കാറ്റുള്ള സ്ഥലം കൂടിയാണ് ഈ ഫ്ലാറ്റ് നിൽക്കുന്നത്. ഇതെന്ന് പറയുന്നത് 3rd ഫ്ലോറിലാണ് ഈ ഒരു മോക്ക് ഫ്ലാറ്റ് ഉള്ളത്. 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. 1840 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ഫ്ലാറ്റാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ടോട്ടൽ ഇവിടെ 3 ടൈപ്പ് ഫ്ലാറ്റുകളാണ് ഉള്ളത്. ഒന്ന് 1840, 1830, 1372 വരുന്ന 3 ടൈപ്പ് ഫ്ലാറ്റാണ്. 2 BHK 3 BHK ആണ് വരുന്നത്. സോ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത്ഭുതപ്പെടും. അതുപോലെയുള്ളൊരു കിഡിലൻ ഇൻറ്റീരിയർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് അടച്ചിടാം, നല്ല കാറ്റ് വരുന്നുണ്ട്. ഇത് ജാക്സന്റെ ഒരു ഡോറാണ്. ഈ ഒരു കമ്പനിയാണ് ജാക്സൺ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. വളരെ പ്രീമിയം ആയിട്ടുള്ള ലക്ഷറി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് നമുക്ക് ഇവിടെ ഇത് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇതാ ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണിക്കാനുള്ളതായിരുന്നു. ഇത് ഡോർ സെറ്റിന്റെ ഒരു ഇലക്ട്രിക് ലോക്കാണ്. നമുക്ക് 4 രീതിയിൽ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് കീ ഉപയോഗിക്കാം, ഒന്ന് കാർഡാണ്, പിന്നെ ഒന്ന് ഫിംഗർ പ്രിന്റ്, അതുപോലെ ഡിജിറ്റൽ ലോക്ക്, നമ്പർ ലോക്കിംഗ് അങ്ങനെ വരുന്നത്. ഇത് ലെഗ്രാൻഡിൻ്റെ ആണ്. ഇവിടെ DB കൊടുത്തിട്ടുള്ള സ്വിച്ചസ് എല്ലാം ലെഗ്രാൻഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ആണ്. നിങ്ങൾ എന്നെ ഒന്ന് നോക്കി കണ്ടേ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ ആണെന്ന്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഒരു ലിവിങ് ഏരിയ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുന്നേ എനിക്ക് പറയാനുള്ളത്, കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്പേസിൽ നമുക്കിതാ ഒരു ഇൻറ്റീരിയർ പോർഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതൊരു മോക്ക് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാറ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. അതിന് പകരം ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കാണുന്നത് കജേരയുടെ എറ്റേണിറ്റി സീരീസിൽ വരുന്ന സ്ക്രാച്ച് ഫ്രീ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ 4x2 സൈസ് വരുന്ന ഒരു ഫ്ലോറിംഗ് ആണ്, ടൈൽ ഫ്ലോറിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്ന ഒരു സ്ഥലം പറയാനായിട്ട് സാധിക്കുക. ഇതൊരു ലിവിങ് ഏരിയ ആണ്. ലിവിങ് ഏരിയ ഏകദേശം 12-10 സൈസിൽ വരുന്ന ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു വീടാണ്, അതല്ല ഒരു ഫ്ലാറ്റാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ വീട്ടിൽ ഞാൻ പറഞ്ഞതുപോലെ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. ഒരു ഗസ്റ്റ് ബെഡ്റൂമാണ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഒരു സാധാരണ ഒരു കോമൺ ബെഡ്റൂമും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ 3 ബെഡ്റൂമുകളിൽ ടോട്ടൽ 3 ബാൽക്കണി ഈ ഫ്ലാറ്റിൽ വരുന്നുണ്ട്. അതിലെ ആദ്യത്തെ ബാൽക്കണി എന്ന് പറയുന്നത് ഈ ലിവിങ് ഏരിയയോട് ചേർന്നിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫെനിസ്റ്റയുടെ ബ്രാൻഡിങ്ങിലാണ് ഈ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു UPVC ഡോർ കൊടുത്തിരിക്കുന്നത് ഫെനിസ്റ്റയുടെ ഒരു ബ്രാൻഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റും കൂടിയാണ് ഈ ഒരു ബാൽക്കണി ഏരിയ വരുന്നത്. നല്ല കാറ്റുള്ള ഒരു കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. വളരെ സിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഫ്ലാറ്റ് നിൽക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഒരു സിറ്റിംഗ് ഏരിയ. ഞാൻ പറഞ്ഞു ഈ ഒരു പോർഷനിലാണ് ഇവിടുത്തെ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് സെയിം ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കജാരയുടെ ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ
ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. നമുക്കിവിടെ നിന്ന് കാണാം. ഇവിടെ ഇവർ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത് കാണാം. ആ ഒരു സൈഡിലാണ് ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഒരു വാൾ കേസ്, അതായത് ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ലൂക്കറിൻ്റെ ഒരു ഫാന് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഗോദ്രേജിൻ്റെ തന്നെ AC കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിനും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോൾ അതാ നോക്കിയേ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് നമുക്കിതാ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ മുകളിൽ ഇതാ കൊടുത്തിരിക്കുന്നത് കാണാം. അത് റൂമിലേക്കുള്ള AC-യുടെ വെൻറ്റ് അതാ ഇവിടെ ഈ ഒരു AC-യുടെ ഒരു ഇൻവെർട്ടർ യൂണിറ്റ് വരുന്നതൊക്കെ ഈ ഒരു ഭാഗത്താണ്. ഇവിടെ നമുക്കൊരു വിസിബിലിറ്റി ഉള്ളൊരു ഏരിയയാണ്. ഇവിടെ നിന്ന് നമുക്ക് ബൈപ്പാസ് ഒക്കെ കാണാം, വണ്ടികളൊക്കെ പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഒരു പോർഷനിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെട്ടു. ഫസ്റ്റ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാനായിട്ട് സാധിക്കുന്നത്. കോലറിൻ്റെ പ്രോഡക്ട്സ് ആണ് ഈ ഒരു ബാത്റൂം ഫിറ്റിങ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ റെയിൻ ഷവർ നമുക്ക് കാണാം, അതുപോലെ കോലറിൻ്റെ ഒരു ഡൈവേർട്ടർ കാണാം, അതുപോലെ ഒരു പൈപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോസറ്റ് കോലറിൻ്റെ ആണ്, ഗർബിറ്റിൻ്റെ ആണ് ഈ ഒരു സ്വിച്ചസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കോളറിൻ്റെ ഒരു വാഷ് ബേസിൻ കാണാം, ഒരു ഗ്ലാസ് ഫോഴ്സൈഡ് ഒരു ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ബ്രാൻഡിൽ വരുന്ന ജാക്സൺ ബ്രാൻഡിൽ വരുന്ന ഒരു ഡോറ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ടവൽ റോഡുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ബെഡ്റൂമാണ്, വലിയൊരു ബെഡ്റൂമായിട്ട് ഇതിന് അവകാശപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നമ്മൾ നേരെ ലിവിങ് ഏരിയയിൽ നിന്ന് വരുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. 6 പേർക്ക് ഇരിക്കുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ കുറേ ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ലിവിങ് ഏരിയ എടുത്ത് തന്നെ പറയണം. ഇവിടെ കുറേ ഗ്ലാസിൻ്റെയൊക്കെ വർക്കുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ കുറേ ക്യാബിനറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ക്യാബിനറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ കുറേ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മോക്ക് ഫ്ലാറ്റിനെ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു മോക്ക് ഫ്ലാറ്റിനെ വെച്ചിട്ടുള്ളത്. ഇത് ഇവിടുത്തെ കിച്ചൺ സ്പേസ് ആണ്. കിച്ചണിന് അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ സ്വിസ് കമ്പനിയുടെ ഒരു ഫ്രാങ്കിയുടെ തന്നെ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത് കാണാം. മറൈൻ പ്ലേയിൽ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ യൂണിറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫേബറിൻ്റെ ഒക്കെ കുറച്ച് പ്രോഡക്ട്സുകൾ, അതായത് മൈക്രോവേവ് ഓവനും ഡിഷ് വാഷറും ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ അറിയാലോ, കിച്ചൺ ഫ്ലാറ്റിലെ കിച്ചണൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ഇവർ ചെയ്തിരിക്കുന്ന മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു പോർഷൻസ്, ഈ ഫ്ലോറിങ്, ഈ ഒരു കാണുന്ന വോളും സംഭവങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഇന്റീരിയർ വർക്ക്സ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇത് കോളറിൻ്റെ തന്നെയാണ്. ഇത് അവർ തരുന്ന ഇതിൽ വരുന്ന ഒരു പോർഷനാണ്. ഇവിടെ ഒരു വാൾ മിറർ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയും ഒരു സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഒരു ചെറിയൊരു യൂണിറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഷോക്കേസിങ് യൂണിറ്റാണ്. ഇവിടെ ഒരു ചെറിയൊരു പൂജ റൂം പോലെ നമുക്ക് ചെയ്യുന്ന ഒരു പോർഷൻ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഇവിടുത്തെ ഒരു റൂം സൈസ് എന്ന് പറയുമ്പോൾ 13-10 സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുന്നത്. 13-10 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ട് വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. അവിടെ മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. വാർഡ്രോബ്സ് നമുക്ക് കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ്സാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഇവിടുത്തെ ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5x8 സൈസ് വരുന്ന സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. പാർട്ടീഷൻ കൊടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ ബാത്റൂം ചെയ്തിട്ടുള്ളത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഇവിടെ നേരെ ഇറങ്ങി വരുന്നത് മെയിൻ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്കൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഗസ്റ്റ് റൂമിൽ ഒരു ബാൽക്കണി കണ്ടു, മെയിൻ ലിവിങ് ഏരിയയിൽ ഒരു ബാൽക്കണി കണ്ടു. മൂന്നാമത്തെ ബാൽക്കണി വരുന്നത് ബെഡ്റൂമിലാണ്. അതിന് തൊട്ട് മുന്നേ തന്നെ ഇവിടുത്തെ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂം നമുക്കിവിടെ കാണാം. കോലറിൻ്റെ തന്നെ സീരീസിലുള്ള ടോയ്ലറ്റ് ഫിറ്റിങ്സ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്ന ഷവറാണ്. മസാജർ ഷവർ ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ്, അതായത് നമ്മൾ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഏകദേശം 7,000-ഓളം റേറ്റ് വരുന്ന കോളറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഷവറാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഷവറാണ്. അതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇത് ഇവിടെ ഒരു കോളറിൻ്റെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വാളിൽ തന്നെ ഒരു മിറർ കൊടുത്തിരിക്കുന്നത് കാണാം. ടവൽ റോഡുകൾ കൊടുത്തിരിക്കുന്നത് കാണാം. ജാക്സൻ്റെ തന്നെ ഡോർ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളിലും ജാക്സൻ്റെ ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ലെഗ്രാനിൻ്റെ പ്രീമിയം സ്വിച്ചസ് ആണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടെ
ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലൈഡിംഗ് ആയിട്ടുള്ള ഒരു ഷെൽഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ലക്ഷറി ആയിട്ടുള്ള ഫ്ലാറ്റാണ്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയ്ക്ക് ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ബാൽക്കണി ഏരിയയാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ളൊരു ബാൽക്കണി ഏരിയയാണ്. അത്രയും വിശാലമായ ഒരു ബാൽക്കണി ഏരിയ അല്ലേ. ഇതാ നോക്കിയ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ, നമ്മൾ ലുലു മോളിലോട്ടൊക്കെ പോകുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. നമ്മൾ കോവളം ബൈപ്പാസാണ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഓൾഡ് സിറ്റി, അതായത് നമ്മളെ തമ്പാനൂരൊക്കെ പാളയത്തൊക്കെ കയറുന്ന റോഡാണ്. ഇടത്തോട്ട് പോകുന്നത് സ്ട്രെയിറ്റ് പോകുന്നത് എയർപോർട്ട്. ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് എയർപോർട്ട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, വളരെ അടുത്താണ് എയർപോർട്ട്. ട്രാവൽ ചെയ്ത് എത്താൻ പറ്റുന്ന വളരെ അത്രയും ഡിസ്റ്റൻസ് കുറവാണ് ഈ എയർപോർട്ടിലേക്ക് പോകാനുള്ളത്. അതുപോലെ പുതിയതായിട്ട് വരുന്ന ട്രിവാൻഡ്രം സീപോർട്ട് വരുന്നത് ഈ ഒരു റോഡിൽ തന്നെയാണ്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ലുലു മോളിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ്. സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത്രയും ലക്ഷറീസ് ആയിട്ടുള്ള, ഇത്രയും പ്രീമിയം ലൊക്കേഷനിൽ നിൽക്കുന്ന ഈ ഒരു ഫ്ലാറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 6,750 രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. സോ ഈ ഒരു ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 2 ബെഡ്റൂമിൻ്റെ വരുമ്പോൾ 1,03,00,000 1.03 crore ആയിരിക്കും വരുന്നത്. ഒരു 3 BHK വരുമ്പോൾ 1.36 crore ആയിട്ടായിരിക്കും 3 BHKs വരുന്നത്. 2 BHK വരുന്നത് 1,372 സ്ക്വയർ ഫീറ്റും 3 BHK വരുന്നത് 1,840 സ്ക്വയർ ഫീറ്റും 1,830 സ്ക്വയർ ഫീറ്റുമാണ്. 2 BHK വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ 1,372 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. സോ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലാറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ സൈഡിൽ കാണുന്ന മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ, ബൈ.